പുസ്തകത്തിൽ ചവിട്ടിയാൽ എന്ത് ചെയ്യും? അപ്പ തൊട്ട് വന്നിക്കും. ആരും പറഞ്ഞു തന്നില്ലേ പോലും, പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് പരമ്പരയായിട്ട് വരുന്നതാണത്. പക്ഷേ അറിയാതെ അത് ചെയ്തുകൊണ്ടിരിക്കും. ചത്ത് കിടക്കുന്ന മനുഷ്യനെ ജീവിതത്തിൽ ഇന്നേ വരെ തൊട്ട് വന്നിച്ചിട്ടില്ല. ചത്ത് കിടക്കുമ്പോഴോ എന്നിട്ട് നിന്ദിക്കരുത്, രണ്ടിനെ നിന്ദിക്കും. ഒരു ശവശരീര യാത്ര പോകുന്നു, ഒരു ശരീരം കൊണ്ടൊരു ഗ്രൂപ്പ് പോവുകയാണ്, ഇവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം? നിർത്തി വെക്കണം, അവിടെ നിർത്തി വെക്കണം. അത് കടന്നു പോകുന്നത് വരെ അതിന് ആദരവ് കൊടുക്കണം, ആദരിക്കണം. അത് ശബ്ദശാസ്ത്രത്തിൽപ്പെട്ട ഒരു സാധനമാണ്. ശബ്ദശാസ്ത്രത്തിൽപ്പെട്ട ഒരു സാധനം ആദരവ് കൊടുക്കണമെന്ന്. അല്ലാതെ ഉടനെ തന്നെ ഇരട്ടി ശബ്ദത്തിൽ അങ്ങോട്ട് പുസ്തകത്തെയും ശവശരീരത്തെയും നിന്ദിക്കരുത്, തൊട്ട് വന്നിക്കണം. ശവമഞ്ചം പോകുമ്പോൾ ശബ്ദം നിർത്തി എഴുന്നേൽക്കണം. ഒരു ശവമഞ്ചം പോകുന്നു, ആരുടേതാണെന്നുള്ളതല്ല, ആണെങ്കിൽ എഴുന്നേറ്റ്. പരമാത്മാവിൻ്റെ പ്രതിധ്വനിയായി സംസാരിക്കുന്നവരാണ് ആര്? ഗുരുക്കന്മാർ. അധ്യാപകരും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അധ്യാപകരെന്താ ചെയ്യണേ? ആരോ പറഞ്ഞത് വീണ്ടും പറഞ്ഞിരുന്നു. ഗുരുക്കന്മാരങ്ങനെയല്ല. പരമാത്മാവിൻ്റെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തെരഞ്ഞു പിടിച്ച് പറഞ്ഞു കൊടുക്കണം. അധ്യാപകരെ ഗുരുക്കന്മാരെന്ന് വിളിക്കരുത്. അധ്യാപകരാണ് അവർ. ഉണ്ടാവാം. കൊടുക്കണം. പക്ഷെ ഇന്നത്തെ അധ്യാപകർക്ക് എങ്ങനെ കൊടുക്കുന്നു? റോഡിലിറങ്ങി അവകാശങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കുന്ന അധ്യാപകരെ ഗുരുക്കന്മാരെന്ന് വിളിക്കാമോ? അധ്യാപകർ ഗുരുക്കന്മാരാവണം. അധ്യാപകർ ഗുരുക്കന്മാരാവുക തന്നെ വേണം. കാരണം ഇന്ന് കുട്ടികൾ നല്ലൊരു ശതമാനവും അധ്യാപകരുടെ മുന്നിലാണ്. അധ്യാപകരാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് ശരി, അല്ലേ? ഒരു കുട്ടി വീട്ടിലിരുന്ന് ഒരു നോട്ട് ബുക്ക് വായിക്കുകയാണ്, ഉറക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തിരിക്കുന്ന അമ്മ ഡബിൾ PhD ഉള്ള ആളാണ്. ഈ വായിക്കുന്ന നോട്ട് തെറ്റാണ്. അമ്മ വന്നിട്ട് പറയുകയാണ്, ഇവിടെ അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ കുട്ടി അംഗീകരിക്കുമോ? കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആര് ടീച്ചറാണ് ശരി, അല്ല വേറെ ആരുമില്ല. അമ്മയ്ക്ക് PhD ഉണ്ടെന്നൊന്നും അവനറിയില്ല, അവന് ബാധകമല്ല. ടീച്ചർ പറയുന്നതാണ് ശരി. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുട്ടികളെ ശരിയാക്കാൻ ആർക്കാ പറ്റുക? അധ്യാപകർക്കല്ലേ പറ്റണേ. അധ്യാപകർക്കാണ് പറ്റുക. ആ അധ്യാപകര് അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്താൽ കുട്ടികൾ സമരം ചെയ്യില്ലേ? സമരം ചെയ്യും. നല്ലത് കേൾക്കുന്നതും നല്ലത് കാണുന്നതും ശുദ്ധമായ ഭക്ഷണങ്ങളാണ്, അല്ലേ? നല്ല ശുദ്ധമായ ഭക്ഷണം എന്ന് പറയുന്നതാണ് നല്ലത് കാണുന്നതും നല്ലത് കേൾക്കുന്നതും. ഇന്നലെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ നേച്ചർ ക്ലബ്ബ് തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കൂട്ടത്തിൽ ആദ്യം 86 എൻ്റെ കൂട്ടത്തിൽ വന്നതാണ് മാത്യു പോൾ. അതായത് പോപ്പിക്കുടയില്ലേ, അതെല്ലാം പുള്ളി പിടിച്ച പരസ്യങ്ങളാണ്. മഴ വന്നാൽ പോപ്പിക്കുട, പിന്നെ വടി കൊണ്ട് തല്ലല്ലേ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹിറ്റായ പരസ്യങ്ങൾ പിടിച്ചിട്ടുള്ള ആളാണ് മാത്യു പോളിൻ്റെ റിവേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് അവാർഡ് അവിടെ വെച്ചാണ്. പിന്നെ ഒരെണ്ണം ആൾ ഇന്ത്യ ബേസിലുള്ള അവാർഡൊക്കെ മേടിച്ച ഒരുപാട് ഫിലിംസൊക്കെ പിടിച്ചിട്ടുള്ള ആളാണ്. ഈ ആൾ എപ്പോഴും തേങ്ങായ ഉണ്ടാകും, കയ്യിൽ പഴങ്ങളുണ്ടാകും. അപ്പോൾ എവിടെ പോയാലും ശരി, സിനിമാ മേഖലയിൽ എല്ലാവർക്കും അറിയാം മാത്യു പോൾ എന്താ തിന്നുന്നത്. ആ തേങ്ങായും ഇതൊക്കെ തിന്നുള്ളൂ, പഴങ്ങളൊക്കെ തിന്നുള്ളൂ. ഈ മാത്യു പോളിന് ഒരു രോഗം വന്നു. ടെസ്റ്റ് ചെയ്യാൻ പോയില്ല എന്നാണ് വിചാരിക്കണേ. ടെസ്റ്റ് ചെയ്യാൻ പോവില്ല, എനിക്കൊന്നും രോഗം വരില്ല. കാരണം എന്താ? ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത്
പ്രകൃതി ഭക്ഷണമാണ്, പ്രകൃതി ഭക്ഷണമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് രോഗം വരാൻ യാതൊരു വിധ സാധ്യതയില്ല എന്നുള്ള ആളാണ്. മാത്യു പോളിന് രോഗം വന്നു, മെഡിക്കൽ ട്രസ്റ്റില്ല അമ്മ ഇവിടെ ലേക്ക് ഷോറിൽ അഡ്മിറ്റായി. ഞാനും പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. നേരെ എവിടെ കുരുളെ കൊണ്ടുപോയി, വെല്ലൂര് കൊണ്ടുപോയി. വെല്ലൂര് കൊണ്ടുപോയിട്ടും രോഗം എന്നാണെന്ന് അവർക്കൊരു പിടിയും കിട്ടിയില്ല. ഇതെന്തൊരു തരം രോഗമാണെന്ന് വെല്ലൂരുകാർക്ക് പിടികിട്ടിയില്ല, ലേക്ക് ഷോറുകാർക്ക് പിടിയില്ല, ആർക്കും പിടികിട്ടിയില്ല ഈ സാധനം എന്താണെന്ന് പിടികിട്ടില്ല. അത് കഴിഞ്ഞ് ശവടക്കൊക്കെ എല്ലാം നടത്തി ഞാൻ ചെന്നപ്പം മാമച്ചൻ്റെ ഭാര്യ ഒരു തെറി എന്ന് പറഞ്ഞാൽ തെറിയല്ല, നാണമില്ല അണ്ണ ഇതും കൊണ്ട് നടക്കാൻ. അതായത് എൻ്റെ മാമച്ചൻ പോയില്ലേ, ഈ തേങ്ങായും മാങ്ങായും എല്ലാം മാത്രം തിന്ന് നടന്നാലേ ഇനി എന്തിനാണ് ഇത് പൊക്കിക്കൊണ്ട് നടക്കണം, ഈ പ്രകൃതി എന്നും പറഞ്ഞുകൊണ്ട് നടക്കണം, എന്തിനാ? എൻ്റെ മറുപടിയും പറയാനുണ്ട്. മരിച്ചുപോയി, ഈ സാധനം വന്ന് മരിച്ചുപോയി. എത്ര വിത്തിൻ 1 വീക്ക്, ഒരാഴ്ച എടുത്തുള്ളൂ. ആ പ്രൊഡ്യൂസർ, സിനിമ പ്രൊഡ്യൂസറാണ്. ഇന്നലെ ആയിരുന്നു ഞങ്ങളതിൻ്റെ ആണ്ട്, ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടും. അടുത്ത 10ാം വർഷം വളരെ വിപുലമായി നടത്താനായിട്ട് സിനിമാക്കാരെല്ലാവരും വരും. മരുന്ന് നടത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയില്ലെന്ന്. ആളിന് ഭയങ്കര ശരീരവേദന എന്താണെന്ന് പറയാൻ ആർക്കും അറിയില്ല, രോഗിക്കും അറിയില്ല, ഡോക്ടർമാർക്കും അറിയില്ല, ആശുപത്രിക്ക് അറിയില്ല ഇത് എന്ത് തരം രോഗമാണെന്ന്. ഒരു പിടിയും കിട്ടിയില്ല. ആള് മരിച്ചു എന്നുള്ളത് വാസ്തവം. ആള് മരിച്ചു പോയി. അവസാനം ഈ മാത്യുപോളിൻ്റെ വൈഫ് ഇന്നലെയാണ് പറയണത്, ഞാൻ ഇന്ന് ആത്മീയമായ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുക. കുഞ്ചയി എന്നാണ് ഞങ്ങൾ വിളിക്കുക. പുള്ളിയുടെ പേരെന്നാ? ഷീല. ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്. എന്നാൽ ഈ 9 വർഷം ഞങ്ങൾ ഈ മാത്യു പോളിൻ്റെ വാർഷികം മരണം ഇതിനെ നടത്തി. ഒറ്റെണ്ണം തിരിഞ്ഞു കയറിയിട്ടില്ല. ശീലമ്മ പോലും വരാതിരുന്ന വർഷമുണ്ട്. പെര അടച്ചു കളഞ്ഞു. മാവത്തിൽ പെര അടച്ചു കളഞ്ഞിട്ടിരിക്കുക. ഞങ്ങൾക്ക് ആ 1-ാം ദിവസമല്ലേ ഈ കുരുവിളയുടെ ഒറ്റ പ്രയത്നം കാരണം ആ പെരയുടെ ബാധയ്ക്ക്, അടച്ചിട്ട പെരയുടെ ബാധയ്ക്ക് ഞങ്ങൾ കുടിച്ചണ്ടടിച്ചു. ചെണ്ടമാത്തൻ എന്നാണ് അറിയപ്പെടുന്ന ആള്. ചെണ്ട പഠിച്ച, അതായത് കലാമണ്ഡലത്തിൽ ആദ്യമായി ഒരു ക്രിസ്ത്യാനി ചെണ്ട അരങ്ങേറ്റം നടത്തിയ മാത്യു പോളാണ്. വേറെ അന്യജാതിക്കാരെ കേട്ടില്ല അതിനകത്ത്. പക്ഷേ ഈ മാത്യു പോളിൻ്റെ ഇത് കണ്ടിട്ട്, താല്പര്യം കണ്ടിട്ട് കലാമണ്ഡലം അനുവാദം കൊടുത്തു. ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും വന്ന് പഠിച്ചോളാനായിട്ടുള്ള അനുവാദം കൊടുത്തു. അല്ലാതെ അതിനകത്ത് ക്രിസ്ത്യാനികളെ ഒന്നും കേൾക്കത്തില്ല. ആദ്യത്തെ കലാമണ്ഡലത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ സ്റ്റുഡൻ്റാണ്. ചെണ്ട പഠിച്ചു. അരങ്ങേറ്റം പള്ളിയിൽ നടത്താൻ തീരുമാനിച്ചു. പള്ളിക്കാർ കയറി ഉടക്കി. അത് ഈ പള്ളിയിൽ വെച്ച് ചെണ്ട അരങ്ങേറ്റം നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം സംഭിച്ചത് എന്തടാ, അരങ്ങേറ്റം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ചെണ്ടയുടെ അരങ്ങേറ്റം മുഹമ്മദ് ഇടവകയിൽ, അവരുടെ ഇടവകയിൽപ്പെട്ട പള്ളിയിൽ തീരുമാനിച്ചു. എല്ലാവരും കൂടിയിരിക്കുക. അവർ പറഞ്ഞു പറ്റില്ലെന്ന്. ഇന്ന് അരങ്ങേറ്റം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊരു കാര്യം ചെയ്തു. നേരെ ഞങ്ങളുടെ അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ ആൾക്കാരെ പോയി കണ്ടു. ഇന്ന് ആര്യക്കര ക്ഷേത്രമുണ്ട്, ആര്യക്കര വെച്ച് അരങ്ങേറ്റം നടക്കുമോ, ഇത് നടത്താൻ പറ്റുമോ? അവർ സമ്മതിച്ചു. ഞങ്ങൾ ആര്യക്കര അമ്പലത്തിൽ വെച്ച് അരങ്ങേറ്റം നടത്തി. അരങ്ങേറ്റം അമ്പലത്തിൽ വെച്ച് നടത്തി. അപ്പോൾ ഈ കോളിലൊക്കെ സൃഷ്ടിച്ച ആളാണിത് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇത് പഠിച്ചു. ഇപ്പോൾ ശീലമ്മയുടെ ഒരു വാക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രകൃതി, നാട്ടുകാർക്ക് മുഴുവൻ അറിയാൻ പ്രകൃതിയാണെന്ന്. മാറ്റം പ്രകൃതിയാണ്. ഇതേ മരിച്ചു കിടക്കണം. എന്താടാ ചോദിച്ചാൽ ഇന്ന് വല്ല മറുപടി ഉണ്ടോ? ഒരു മറുപടി ഇല്ലാണ്ടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഈ ശബ്ദശാസ്ത്രം പഠിച്ചപ്പോഴാണ് രാജൻ്റെ മരണകാരണം പിടികിട്ടുന്നത്. ചെണ്ട എന്ന് പറയുന്നത് അസുരവാദ്യമാണ്. അസുരവാദ്യം. ശബ്ദം അന്നാണ്, തേങ്ങായും അന്നമാണ്, തേങ്ങായും മാങ്ങായും ഒക്കെ അന്നാണ്, പക്ഷെ ശബ്ദവും അന്നമാണ്. ചെണ്ട എന്ന് പറയുന്നത് അസുരവാദ്യമാണ്. ഒരു
ഇറച്ചി കഴിക്കണ പോലെ കഴിക്കാൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്ക പ്രാക്ടീസ് ചെയ്തു. ഇടയ്ക്കയും നന്നായിട്ട് വായിക്കും, ഇടയ്ക്കയും പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. ഇടയ്ക്ക എന്ന് പറയുന്നത് ദേവവാദ്യമാണ്. രണ്ടും കൂടി പാടില്ല. വിരുത്താഹാരമാണ് ഇത്, വിരുത്താഹാരമാണ്. അറിയില്ല, നമുക്കറിയില്ല ഇത് എന്നതാണെന്ന്, ഇതിന് സാധനം അറിയില്ലല്ലോ. വിരുത്താഹാരം, ചെണ്ടയും ഇടക്കയും രണ്ടും രണ്ടാണ്. കൈ കൊണ്ട് തുടരരുത്. പിന്നെ ചെണ്ട ഇടക്ക പഠിച്ചിട്ടുണ്ട്, പിന്നെ കൈ കൊണ്ട് തൊട്ടു പോകരുത്, ചെണ്ട തൊടാൻ പാടില്ല. ഇത് അറിയാൻ പാടില്ലാതിരുന്ന കാലത്താണ് ഇത് പഠിക്കുകയും ചെയ്യുകയും ചെയ്തത്. ശബ്ദം അന്നമാണെന്ന് പോലും അന്ന് നമുക്കറിയില്ല. നമുക്ക് ആദ്യത്തെ ആകെപ്പാടുള്ള അന്ന ഏതാ? പ്രകൃതി വിധിച്ച തേങ്ങ, മാങ്ങ, വാഴപ്പഴങ്ങൾ, ഇതാണ് അന്നം. ശബ്ദം ഒരു അന്നമാണ്. മാമച്ചന്റെ മരണകാരണം വ്യക്തമായത് ഈ ശബ്ദശാസ്ത്രം പഠിച്ചപ്പോഴാണ്. ശബ്ദശാസ്ത്രം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഓഷോയുടെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വായിക്കുന്നത്. വ്യക്തമായി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവസാനം ഗുരുള ആ ഓഷോയുടെ ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം ഫോട്ടോ കോപ്പി എടുത്ത് ഷീലമ്മക്ക് അയച്ചു കൊടുത്തു, അണ്ടർലൈൻ ചെയ്തിട്ട് അയച്ചു കൊടുത്തു. അപ്പോഴാണ് ഷീലമ്മയ്ക്കും കാര്യം പോകുന്നത്. അത് കാരണം ഇത്തവണ ചടങ്ങിൽ ഷീലമ്മ ആളിന്നാളായിട്ട് വരികയും ചെയ്തു. പിന്നെ ഇതിനായിട്ട് അടുത്ത വർഷം മുതൽ വിപുലമായ ഇത് നടത്താനായിട്ട് തീരുമാനിച്ചാൽ ഇന്നലെ പിരിഞ്ഞാണ്. ഇന്നും അറിയില്ല ആളുകൾക്ക് എന്താണ് ഈ ശബ്ദത്തിന്റെ വ്യത്യാസം എന്നറിയില്ല. ചെണ്ട പാടില്ലെന്നല്ല, ചെണ്ട ആവാം, ചെണ്ടയേ ആവാവും. മനസ്സിലായില്ലേ? വേറെ ഈ ദേവവാദ്യങ്ങൾ എന്ന് പറയുന്ന ഇടക്ക എടുക്കരുത്, അത് വേറെ ശബ്ദമാണ്, എടുക്കരുത്. ഇത് രണ്ടും എടുത്തു. ഇത് ചെയ്യരുത് എന്ന് മാമച്ചന് സിംറ്റം കൊടുത്തു പ്രകൃതി ശരീരത്തിന്. ഒരു ദിവസം എൻ്റെ അടുക്ക ഓടി വന്നു, കായ് കൊട്ടാൻ പാടില്ല, ചെണ്ട കൊട്ടാൻ പാടില്ലാത്ത വിധത്തിലായിപ്പോയി. കൈ രണ്ടും മുട്ടിന് കീഴ്പോട്ട് കൈ അഴിച്ചിട്ട് കൊട്ടാൻ പറ്റില്ല. ഒരു വടി എടുക്കാനായിട്ടുള്ള, ചെണ്ടക്കോൽ എടുക്കാനുള്ള കഴിവ് പോലും ഇല്ലാണ്ടായി. എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു? എവിടെയൊക്കെ പോയി തിരുമി, ആയുർവേദത്തിന് പോയി തിരുമി വീണ്ടും ചെണ്ട കുത്തി. മെസ്സേജ് കിട്ടിയിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകണേ. ശരീരം മെസ്സേജ് തന്നിരുന്നു, ചെയ്യരുത് മെസ്സേജ് തന്നിരുന്നു. പക്ഷെ വീണ്ടും അത് ചെയ്തതിൻ്റെ അനന്തരഫലമാണെന്ന് ഇന്ന് വളരെ എനിക്ക് വ്യക്തം. ഏത് അന്നമാണ് തെറ്റിയത്? അന്നം തെറ്റി. നമ്മൾ പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന പഴങ്ങൾ കഴിക്കുക, വേവിക്കാതെ കഴിക്കുക എന്നാണ് വിചാരം. 5 അന്നങ്ങളും ഒരുപോലെ പ്രധാനമാണ്. അതിൽ ശബ്ദം എന്ന് പറയുന്നത് സൂക്ഷ്മാന്നമാണ്. ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ശബ്ദത്തിൽ നിന്നാണ്. അതിസൂക്ഷ്മമായ അതിപ്രധാനമായ അന്നമാണ് ശബ്ദം. നാശം വിതയ്ക്കുന്ന ഒന്നാണ്. ഇതിലല്ലേ? അപ്പോൾ ഇത് സൂക്ഷിക്കണ്ടേ നമ്മൾ? ഇതുകൊണ്ട് പറ്റിയതാണ്, നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയ ഒരു അപകടമാണ് മാത്യു പോളിൻ്റെ മരണം. കാരണം പ്രകൃതിയെപ്പറ്റി നാം നാളിതുവരെ അറിഞ്ഞിട്ടുള്ളത് കടുകോളം എന്ന് പറയാൻ കാരണം അറിയില്ലായിരുന്നു. ഏത്? അതെ, അതുകൊണ്ടല്ലേ ഫാക്ടറി നിയമം വെച്ചിരിക്കുന്നത്. ശബ്ദമുണ്ടാക്കുന്ന ഫാക്ടറികൾ അനുവദനീയമല്ല. അയലന്തരത്തുള്ളവർ പരാതി കൊടുത്താൽ അത് പൊളിച്ചു മാറ്റേണ്ടി വരും. നിരന്തരം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഇപ്പം ഈർച്ചവാളിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗമൊഴിയില്ല. മില്ല് എപ്പോഴും രോഗങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും. ഭക്ഷണം വന്നോ? ഉണ്ടോ ഭക്ഷണം ഇന്നിവിടെ? ശരി. ഏത് നല്ല സംഗീതങ്ങൾ, താരാട്ട് പാട്ടുകൾ. ഇപ്പൊ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ? അവരുടെ ഹെഡ്സെറ്റ് വെച്ചിട്ട് താരാട്ട് പാട്ട് കേട്ടുറങ്ങാൻ പറയും. അത് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് മന്ത്രങ്ങൾ ചെല്ലാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ, ചെല്ലാൻ അറിയാൻ മേലാത്ത വല്ലവനെയും വിളിച്ചിട്ട് മന്ത്രം ചൊല്ലിയാനും അതിതുപോലെ നേരെ എതിര് പലരിക്കും ആളെ എടുക്കാം. അതിനേക്കാളും നല്ലത് മന്ത്രത്തിന്റെ ചികിത്സ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത നമ്മൾ ഒരു മന്ത്രം അവൻ ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്നാൽ അങ്ങനെ പ്രശ്നമായിട്ട് വരും.
ചില പ്രത്യേക ശബ്ദങ്ങൾക്ക് രോഗങ്ങളെ തടുക്കാനുള്ള കഴിവുണ്ട്, നശിപ്പിക്കാനുള്ള ശബ്ദം നശീകരണ ശക്തിയുള്ള ഒന്നാണ്. ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തിന്റെ രൂപമാണ് ശരീരം. അപ്പൊ ആ ശബ്ദം വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ. ഇതുകൊണ്ടാണ് ഈ ശബ്ദം. സംഗീത ചികിത്സ അതിശാസ്ത്രീയമാണ്. സംഗീത ചികിത്സ ശാസ്ത്രീയമാണ്. ഓട്ടിസത്തിനുള്ള ദിവ്യ ഔഷധം സംഗീത ചികിത്സയാണ്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എത്ര വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാഹചര്യം ആണെങ്കിൽ വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനായിട്ടൊക്കെ ശബ്ദം ചിട്ടപ്പെടുത്തി എടുക്കണം. രോഗങ്ങളെ തടുക്കാൻ, രോഗങ്ങളെ മാറ്റാൻ ശബ്ദം പോലെ മറ്റൊരു ഔഷധമില്ല. അപ്പൊ നമ്മൾ പണ്ട് കാലത്ത് ഓതിക്കെട്ടുക എന്ന് പറയുന്നത് അതൊക്കെ മണ്ടത്തരാണെന്ന് പറയാൻ പറ്റുമോ? മണ്ടത്തരാണെന്ന് പറ്റില്ല. അതായത് അതിനായി ചിട്ടപ്പെടുത്തി എടുക്കേണ്ട സംഗീതം ചിട്ടപ്പെടുത്തി എടുക്കണം. ഓട്ടിസം മാറാനായിട്ട് ശബ്ദം കൊണ്ടുള്ള ചികിത്സ വേണം. ഫിസിക്കൽ ബോഡി ശരിയാക്കണം. pH കറക്റ്റ് ചെയ്യണം. അതൊക്കെ പഠിച്ചില്ലേ? pH കറക്റ്റ് ചെയ്യാനുള്ള നടപടി എടുക്കണം. അതിന് വേണ്ട എലമെന്റ്സ് എല്ലാം എത്തിക്കണം. ഒപ്പം ഇത് മാറണമെന്നുണ്ടെങ്കിൽ സംഗീത ചികിത്സ. ജീവന്റെ തലം ഉയർത്തപ്പെട്ട വെള്ളത്തിൽ ലയിക്കുന്ന ഫാറ്റ്, കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നൽകിയ ശേഷം ശബ്ദം കൊണ്ട് ചികിത്സ. അതാണ് ഇതിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓട്ടിസത്തിനുള്ള ചികിത്സ ഞാൻ എത്രയോ വർഷം മുമ്പ് എഴുതി വെച്ചൊരു സാധനമാണ്. അതായത് വെള്ളത്തിൽ ലയിക്കുന്ന വാട്ടർ സോളുബിൾ കാർബോഹൈഡ്രേറ്റ് കരിമ്പിൻ ജ്യൂസിനകത്തുണ്ട്. വാട്ടർ സോളുബിൾ ഫാറ്റ്, വാട്ടർ സോളുബിൾ പ്രോട്ടീനും കൊടുത്ത ശേഷം ശബ്ദം ചിട്ടപ്പെടുത്തി എടുക്കണം. അതാണ് നമ്മൾ ചിട്ടപ്പെടുത്തലാണ് നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എക്സർസൈസിൽ ആ ശബ്ദം ചിട്ടപ്പെടുത്തി മ്യൂസിക് ഇട്ടു, ഹൃദയത്തിന്റെ താളത്തിന്റെ മ്യൂസിക് ഇട്ടു. അത് 33 വരുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 33 വരുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ശബ്ദവും ഇന്നലെ ചിട്ടപ്പെടുത്തി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ എക്സർസൈസ് വിട്ടുകളയരുത്. കാരണം ഞാനിപ്പോൾ പറഞ്ഞ മാത്യു പോളിന്റെ അനുഭവവും നമ്മൾ പഠിച്ച അറിവുകൾ ഒരുപാടിനെ പഠിക്കാനുണ്ട്. പക്ഷെ നാളിതുവരെ നേടിയെടുത്തിട്ടുള്ള അറിവുകളും വെച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് ചിട്ടപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒരു എക്സർസൈസ് ആണ്. എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു പെങ്കൊച്ച്, അവൾക്ക് 11 വയസ്സേ ഉള്ളൂ. കൊറിയൻ പാട്ട്, എനിക്ക് കൊറിയയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നടക്കുക. ഭ്രാന്ത് പോലെയാണ്. അത് ഇതായിരിക്കും എൻ്റെ രഹസ്യം. അതിന് ബാക്കി പിന്നെ ഭക്ഷണം വന്നല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ശബ്ദത്തിന് എന്ത് പറ്റും? ശബ്ദം മരിച്ച ആള് മരിക്കും. അതുകൊണ്ടാണ് കള്ളം പറയരുത് എന്ന് പറയാൻ കാരണം. കള്ളം പറയരുത്. കള്ളം പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? പിള്ളേർ ഇപ്പൊ ചോദിക്കും. ഇനി അത് ആയുസ് കുറയും. ഇപ്പൊ നമ്മള് കീടനാശിനിയുടെ അംശം നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. കീടനാശിനി കഴിച്ചാൽ മരിക്കും. ഞാൻ മരിച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ അക്യൂമുലേഷൻ ആണ്. അക്യൂമുലേറ്റ് ഒരു സ്റ്റേജ് വരുമ്പോൾ മരിക്കും. സ്ലോ പോയിസൺ മരിക്കും. അതുകൊണ്ടാണ് ഈ മാമച്ചന്റെ മരണം ഈ ശബ്ദത്തിൻ്റെതാണ്. ഈ ശബ്ദം എന്ന് പറയുന്ന അന്നം അസുരമായ ഭാവങ്ങളായിരിക്കും കൂടുക. ഭാവം കൂടുകയും അത് മരിക്കുന്നതുമാണ്. അത് മരിച്ചു. നമുക്ക് ഏത് ആധുനിക ചികിത്സാ ശാസ്ത്രത്തിന്റെ എല്ലാ വഴികളും അവർ നോക്കി. വെല്ലൂരാണ് ഇവിടുന്ന് എല്ലാം പോയി അവസാനം പോണത് വെല്ലൂരാണ്. വെല്ലൂരും കിടന്ന് വയറ്റിൽ പോയി എന്താണെന്ന് പിടി കിട്ടില്ല. ഒരു കാര്യം അവർക്കറിയാം, മരിക്കുമെന്ന് മനസ്സിലായി. മരിക്കുമെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു.
മാമച്ചനും മനസ്സിലായി മരിക്കുമെന്ന്. അപ്പം മാമച്ചന് മനസ്സിലായപ്പോൾ മാമച്ചൻ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ ഇനി കിട്ടേണ്ട ഉടുപ്പ് ഏതാണ്, എന്നെയും കൊണ്ട് പള്ളിയിലേക്ക് പോകേണ്ട വഴി ഏതാണ്, ഇതെല്ലാം എഴുതി വെപ്പിച്ചു ഇവരെ കൊണ്ട്. എല്ലാം എഴുതി വെപ്പിച്ചിട്ടാണ്. കാരണം ആളിനെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല, പക്ഷെ ആള് മരിക്കും എന്നുള്ളതാണ്. ആ, ഷൂസ് ഇടരുത്, ഒപ്പീസ് ചൊല്ലരുത്. അതായത് ഇതൊക്കെ പുള്ളി എഴുതിപ്പിച്ച് മരിക്കാൻ പോണ ആളെ ഇതൊക്കെ എഴുതിപ്പിച്ചിട്ട് പറഞ്ഞ് ഇതൊന്നും ചെയ്യരുത്. കവലയെ കൂടി മോമെ കവല ബ്ലോക്ക് ഉണ്ടാക്കരുത്, കവലയെ കൂടി കൊണ്ടുപോകരുത്, അതിൻ്റെ ഇടയ്ക്കൊരു വഴിയുണ്ട്, ആ വഴി കൂടിയേ കൊണ്ടുപോകാവുള്ളത് പള്ളിയിലേക്ക്. അതിൻ്റെ പിറ്റേ ദിവസമാണ് മരിക്കണതേ. പിറ്റേ ദിവസം മരിക്കണ ആളാണ് ഇതൊക്കെ പറഞ്ഞ് എഴുതിക്കണേ. ആ, ഇവിടെ കൊണ്ട് അവിടെ കൊണ്ട് നടക്കി, പള്ളിയിൽ തന്നെ അടക്കി. പുള്ളി പറഞ്ഞ വഴിയിലൂടെ തന്നെ ആശുപത്രി വെല്ലുരുന്ന് മരിച്ചിട്ടുണ്ട്. സത്യമേ പറയാവൂ എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് പറയാവൂ എന്ന ഭാരതത്തിൻ്റെ മൂല്യം ഇതിനാലാണ് പ്രസക്തമാകുന്നത്. ശബ്ദം മരിച്ചാൽ മനുഷ്യൻ മരിക്കും. തെറ്റായ ശബ്ദമാണെങ്കിൽ മരിക്കും, ആ ശബ്ദം മരിക്കും. ശബ്ദം മരിച്ചാൽ മനുഷ്യൻ മരിക്കും. കള്ളം പറയരുത് എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. കള്ളം പറയരുത്, അത് പറയാം. വക്കീലന്മാരൊക്കെ വക്കീലന്മാര് കള്ളം പറയണില്ലല്ലോ, നിയമങ്ങളെ അവര് സാധൂകരിക്കാൻ നോക്കണം മാത്രമേ ഉള്ളൂ. അല്ലല്ല, ന്യായമൊന്നുമില്ല, നീതി ന്യായമൊന്നുമില്ല. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന നിയമത്തിന്റെ വരികളെ അവര് പല രീതിയിൽ വ്യാഖ്യാനിക്കും. ശബ്ദം ഒരു അന്നമാണെന്ന് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, വിരുദ്ധ ആഹാരം രോഗം ഉണ്ടാക്കുമെന്ന് അറിയാലോ. വിരുദ്ധ ആഹാരം രോഗം ഉണ്ടാക്കുകയും ചെയ്യും. സൗണ്ട് സ്ലീപ്സ് ഇൻ വോക്ക്. സൗണ്ട് സ്ലീപ്പ് ഇൻ റോക്ക്. പാറകളിൽ ശബ്ദം ഉറങ്ങുന്നു, പൊട്ടിയാലത് ഉണരും. ഈ ശബ്ദം തന്നെ ബ്രീത്ത് ഇൻ പ്ലാന്റ്സ്. അതായത് സസ്യങ്ങളിൽ ശബ്ദം ശ്വാസോച്ഛ്വാസം ചെയ്യും. ഡ്രീംസ്, സ്വപ്നം കാണും. ഇൻ ആനിമൽസ്. സ്ലീപ്പ് ഇൻ റോക്ക്, ബ്രീത്ത് ഇൻ പ്ലാന്റ്സ്. ബ്രീത്ത് ശ്വാസോച്ഛ്വാസം ചെയ്യും, ബ്രീത്ത് ഇൻ പ്ലാന്റ്സ്. ഡ്രീംസ് ഇൻ ആനിമൽസ്, എവേക്കൻ ഇൻ ഹ്യൂമൻസ്. ഇതൊക്കെ എങ്ങാണ്ട് ഏതാണ്ടൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അതിന്. എവേക്കൻ ഇൻ ഹ്യൂമൻസ്, അത് സ്വപ്നാവസ്ഥയിലാണ്. ശബ്ദം സ്വപ്നാവസ്ഥയിലാണ് മൃഗങ്ങളിൽ എന്ന് നമ്മൾ പറയുന്നു. മൃഗങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഇതൊക്കെ വലിയ വലിയ ആൾക്കാർ എഴുതി വെച്ചിട്ടുള്ള സാധനമാണ്. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ശബ്ദത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇത് എന്തിനാണ് ഇത് ഗോഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചത്. ശബ്ദം ഗോഡാണെന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറയുക. മനസ്സിലായോ? റോക്കിൽ ദൈവം ഉറങ്ങുന്നു, പ്ലാന്റ്സിൽ ദൈവം ശ്വസിക്കുന്നു, മൃഗങ്ങളിൽ ദൈവം സ്വപ്നാവസ്ഥയിലാണ്, മനുഷ്യരിൽ അത് ഉണർന്നിരിക്കുന്നു, ഈശ്വരൻ ഉണർന്നിരിക്കുന്നു. ആ ഒരു അർത്ഥത്തിലാണ് ഇവര് ശബ്ദം എന്ന് പറയുന്നത്. അതാണല്ലോ ശബ്ദമാണ്, ഈ നാദമാണ് ഈശ്വരൻ എന്ന് ചൊല്ലിയ ആൾക്കാരാണ് പറയണേ. ഇനി കുട്ടികൾ നമ്മളെ കേൾക്കില്ല, പിന്നെയോ ഇമിറ്റേറ്റ് ചെയ്യത്തേ ഉള്ളൂ. കുട്ടികൾ ഭാഷ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഭാഷ പഠിച്ചത് എങ്ങനെയാണ്? ഇമിറ്റേഷനിലൂടെയാണ്, ഇമിറ്റേറ്റ് ചെയ്താണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയെ കൊണ്ട് ഭാഷ എത്ര ഭാഷ വേണമെങ്കിലും പഠിപ്പിക്കാം. ഭാഷ പറയുന്ന ആളുകൾക്കിലോട്ട് വിട്ടാൽ മതി. ഇപ്പോൾ ഇംഗ്ലീഷ് പറയുന്ന ആളുകൾക്ക് കുറച്ച് നാൾ പോയാൽ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരും. ഹിന്ദി പറയുന്നവരൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഇമിറ്റേറ്റ് എന്താണോ ചെയ്യണം അത് ഇവർ ഇമിറ്റേറ്റ് ചെയ്യും. ഭാഷ പഠനമൊന്നും അവർക്കില്ല, എല്ലാം ഇമിറ്റേഷനാണ്.
സസ്യങ്ങൾ സന്ദേശവാഹകരാണ്. അത് നേരത്തെ പഠിച്ചതാണ്. സസ്യങ്ങൾ സന്ദേശവാഹകരാണ്. കിളികളോ? അപ്പോ കിളികൾ മരത്തേലാണ് ഉറങ്ങണത്. ആ സസ്യങ്ങളുടെ സന്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് ഉറക്കപ്പാടുന്ന പാട്ടുകാരാണവർ. നേരത്തെ എഴുതി വച്ചിട്ടുണ്ട്. പ്രകൃതി നിയമാനുസൃതമല്ലാത്ത ശബ്ദവും, പ്രകൃതി നിയമാനുസൃതമല്ലാത്ത ശബ്ദവും ചിന്തകളും ആശയങ്ങളും സാങ്കേതിക വിദ്യകളും ചികിത്സകളും ജീവിതവും ശാസ്ത്രവും തത്വശാസ്ത്രവും മരണപ്പെടും. കൂടിപ്പോയി എഴുതിക്കും. പ്രകൃതി നിയമാനുസൃതമല്ലാത്ത ശബ്ദം മൈക്കോന്ന് നേരത്തെ പറഞ്ഞു. ചിന്തകൾ എന്ന് പറഞ്ഞാൽ ചിന്ത എത്രണ്ണടുത്ത് എത്തില്ല. പ്രകൃതി നിയമാനുസൃതമല്ലാത്ത ചിന്തയാണ് നിങ്ങൾ അയക്കുന്നതിൽ എത്തുന്നിടത്ത് എത്തില്ല. അത് വഴിയിൽ മരിച്ചു പോകും. ചിന്തകളും ആശയങ്ങളും സാങ്കേതിക വിദ്യകളും ടെക്നോളജികളും ശാസ്ത്രവും തത്വശാസ്ത്രവും ജീവിതവും മരണപ്പെടും. ശാസ്ത്രവും തത്വശാസ്ത്രവും ജീവിതവും. പ്രകൃതി നിയമാനുസൃതമല്ലാത്തതെന്തും മരണപ്പെടും. പ്രകൃതി നിയമാനുസൃതമായത് ചാക്രികമായി പുനരാവർത്തന പ്രക്രിയയിലൂടെ പരിവർത്തനപ്പെട്ടുകൊണ്ട് നിലനിൽക്കും. പ്രകൃതി നിയമാനുസൃതമായത് ചാക്രികമായി എന്ന് പറഞ്ഞാൽ പുനരാവർത്തന പ്രക്രിയയിലൂടെ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞാൽ എവല്യൂഷനാണത്. എവല്യൂഷൻ സംഭവിച്ച് കൊണ്ടിരിക്കും എന്ന് പറയാം. പ്രകൃതി നിയമാനുസൃതമല്ലാത്തതെന്തും മരിക്കും. അതറിയാലോ. പ്രകൃതി നിയമാനുസൃതമായത് ചാക്രികമായി. എത്ര വർഷം ആണ് ചാക്രികം? 11 വർഷം. ഓരോ 11 വർഷം. 45 വർഷമുണ്ട്, 90 വർഷമുണ്ട്, 1500 വർഷമുണ്ട്. ഇതെല്ലാം ആ ചാക്രികമായി ഇങ്ങനെ നിലനിൽക്കും. സൂര്യൻ്റെ 45. ചന്ദ്രൻ്റെതോ 15. മാവ് ഇങ്ങനെ മറിഞ്ഞുണ്ട് ചാക്രികം. പലതും ചാക്രികമായാണ് അത് നിലനിൽക്കുന്നത്. പ്രകൃതി നിയമാനുസൃതമായത് ചാക്രികമായി പുനരാവർത്തന പ്രക്രിയയിലൂടെ പരിവർത്തനപ്പെട്ടുകൊണ്ട് എന്നും നിലനിൽക്കും. ഇനി ഒരെണ്ണം, കണ്ണിന് വെളിച്ചവും കാതിന് ഇമ്പവും ഇപ്പൊ മൂക്കിന് എന്തായിരിക്കണം? മൂക്കിന് സുഗന്ധവും നാക്കിന് മധുരവും ത്വക്കിന് കുളിരും മനസ്സിന് സമാധാനവും നൽകാൻ ശബ്ദത്തിനാവും. ശബ്ദം എന്ത് ചെയ്താൽ മതി? ചിട്ടപ്പെടുത്തണം. ടെലിപ്പതി നേരത്തെ പറഞ്ഞാണ്. ടെലിപ്പതി മൗനഭാഷയാണ്. ടെലിപ്പതി എന്ന് പറഞ്ഞാൽ മൗനഭാഷയാണ്. മൗനഭാഷയിലൂടെ സന്ദേശം അയക്കുന്നതിൻ്റെ പുറത്തെ ടെക്നോളജിയാണ് മൊബൈൽ. മൊബൈലിൻ്റെ ശബ്ദത്തിന് എന്തില്ല?
ജീവനില്ല, ജീവനില്ല. നമ്മളെന്താ ചെയ്യണ്ടേ? ജീവനുള്ള ശബ്ദം, ടെലിപ്പതി വികസിപ്പിക്കാൻ പരിശീലിക്കണം. ടെലിപ്പതി വികസിപ്പിക്കാൻ പരിശീലിക്കണം. ഡ്യൂറേഷൻ കൂട്ടിയാൽ പോരാ, എക്സ്പാൻഷൻ വരണം. എക്സ്പാൻഡ് ചെയ്യണം, മൈൻഡ് എക്സ്പാൻഡ് ചെയ്യണം. ഒരുപാട് ഇതായിട്ട് വികസിച്ചു. കരുത്ത് കൂട്ടണം. വേറെ ചമ്പരി ചെയ്ത് നിങ്ങൾക്ക് കരുത്ത് കൂട്ടാം, വികസിപ്പിക്കാം, വലിപ്പം കൂട്ടണം. അതെ അതെ അതെ. ഓറയുമല്ല ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ സന്ദേശം എവിടെ വേണേലും നമുക്ക് അയക്കാൻ പറ്റണം. ചെറിയ തലത്തിൽ അയക്കണം, അങ്ങനെ അയക്കാൻ പറ്റണം, അങ്ങനെ അയക്കാൻ പറ്റണം. അങ്ങനെ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ധ്യാനത്തിൻ്റെ സ്റ്റെപ്പുകളുണ്ട്. പല പല സ്റ്റെപ്പുകളിലൂടെയാണ് അത് എക്സ്പാൻഡ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഒരുപാട് സങ്കല്പങ്ങളൊക്കെ വേണം. ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആക്കി ഞാൻ.